ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തേങ്ങ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നവരാണ്. വീടുകളിൽ തേങ്ങ തെങ്ങ് ആർക്കും ഇല്ല, സ്ഥലം ആർക്കും ഇല്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നാണ് എപ്പോഴും തേങ്ങ വാങ്ങിക്കുന്നത്. അപ്പോൾ തേങ്ങ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് തേങ്ങ മൂത്തതാണോ എന്ന് അറിയാനായിട്ട് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കർഷകർ പ്രത്യേകിച്ച് ബിസിനസ്സുകാർ തേങ്ങ പൊതിച്ചിട്ട് വെയിലത്ത് കുറച്ച് നേരം ഇടുമ്പോഴത്തേനും തേങ്ങയുടെ പുറം മുഴുവൻ ഒരു ബ്രൗൺ കളറായി വരും. അപ്പോൾ നമുക്ക് തോന്നും ആ തേങ്ങ മൂത്തതാണെന്ന്. അപ്പം ഈ തേങ്ങ ഞാൻ മൂത്തതല്ലാന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ വാങ്ങിയതാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഈ തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ മൂത്തോന്ന് അറിയാൻ ഈ കണ്ണാണ് നോക്കുന്നത്. ഈ കണ്ണിൻ്റെ അവിടെ ശരിക്കും തേങ്ങയുടെ കണ്ണിൻ്റെ അവിടെ നല്ലവണ്ണം ഡാർക്ക് ബ്രൗൺ കളർ വരും. നല്ലോണം മൂത്ത തേങ്ങ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ കളർ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് കളറായിരിക്കും. പുറമേ നമുക്ക് ബ്രൗൺ കളറായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ ശരിക്കും പച്ചത്തേങ്ങയാണ്. ഇത് നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നാൽ അധികം ദിവസം നമുക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇത് തേങ്ങയാണ് ഏറ്റവും മൂത്തതും. നമുക്ക് പായസത്തിലൊക്കെ കൊത്തിയിടണമെങ്കിലോ അല്ലെങ്കിൽ വറുത്തരക്കറികൾക്കൊക്കെ വളരെ പെർഫെക്റ്റായ രീതിയിൽ തേങ്ങ നല്ല മധുരമുള്ള തേങ്ങയാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തതാണ്. പക്ഷേ ഇച്ചിരി വലിപ്പം കുറവാണെങ്കിൽ ഇത് വലിപ്പം നോക്കിയിട്ടല്ല തേങ്ങ മൂത്തതാണോ ഇല്ലെന്ന് അറിയണത്. ഞാൻ തേങ്ങ വാങ്ങിക്കാൻ പോയപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഏറ്റവും പെർഫെക്റ്റ് മൂത്ത ഒരു തേങ്ങ എനിക്ക് കിട്ടിയുള്ളൂ. ഈ തേങ്ങയിലേക്കാളും അല്പം കൂടി മൂത്ത തേങ്ങയാണിത്. ഇത് കുറച്ച് ദിവസമോടെ കിടക്കും, ഒരു 5-6 ദിവസമൊക്കെ ഈ തേങ്ങ കിടക്കും. കണ്ണൊക്കെ ഇതാണ് ശരിക്കും ഒറിജിനൽ തേങ്ങ, വിളഞ്ഞ തേങ്ങ. അപ്പം ഇങ്ങനെ ഇത്രയും വിളഞ്ഞ തേങ്ങയൊന്നും നമുക്ക് കടകളിൽ കിട്ടില്ല. കർഷകർ അത്രയും സമയമൊന്നും വെച്ചിരിക്കില്ല. പിന്നെ പ്രത്യേകിച്ച് ബിസിനസ്സിന് വേണ്ടിയിട്ട് തേങ്ങ ഫാം ഉള്ളവരൊന്നും ഇത്രയും തേങ്ങ മൂക്കുന്നോടം വരെ വെക്കില്ല. അവർ നേരത്തെ തന്നെ വിൽക്കും. അപ്പോൾ ഇത് കുറച്ച് നേരം പൊതിച്ചിട്ട് വെയിലത്തേക്ക് അങ്ങ് നീക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും തേങ്ങ ഇതേപോലെ ചിരട്ടി അങ്ങോട്ട് ബ്രൗൺ കളറായി വന്നു തുടങ്ങും. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം.